ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ വീട്ടുകാരൊരു പുഷ് ചെയ്ത് വിടുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹിറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇതിന് ടൈം വേണ്ടത്. ശരിക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. നമുക്കുണ്ടാകുന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതിപ്പം എല്ലാ മേഖലയിലും നമ്മൾ അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വെറിയിങ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, ലൈക്ക് AI റീപ്ലേസ് ചെയ്യുമോ പല ജോബ്സിനും? ഈ പറഞ്ഞ AI കമ്പനി വർക്ക് ചെയ്യണമെങ്കിലും മണി വേണം, പൈസ വേണം. ആർക്കും ജോലി ഇല്ലെങ്കിൽ പിന്നെ ഈ AI കൊണ്ടെന്താ കാര്യം? നമുക്കൊരു പാർട്ട്ണറെ പോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം അല്ലാതെ ഇതിനെ കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റി മറിച്ച് നമ്മൾ ജോബേ ഇല്ലാണ്ടായി കളയൂ എന്നുള്ള രീതിയിൽ എത്തൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം, എൻട്രി എലിവേറ്റ് കോഡിങ്ങിൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നവനീതാണ്. നവനീത് എൻട്രിയിൽ ബാക്ക് ആൻഡ് പ്രൊഡക്റ്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്യാണ്. അപ്പോൾ നവനീത് എങ്ങനെയാണ് പ്രോഗ്രാമിലേക്ക് എത്തിയത്, എന്തൊക്കെ ആണ് അദ്ദേഹം സ്ട്രഗിൾ എടുക്കേണ്ടി വന്നിട്ടുള്ളത്, എഫേർട്സ് ഇടേണ്ടി വന്നിട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെ ഇന്നറിയാം. യെസ് നവനീത്, വെൽക്കം ടു എൻട്രി പോഡ്കാസ്റ്റ്. താങ്ക് യു. യെസ്, അപ്പോൾ നവനീത് ആദ്യം തന്നെ നവനീത് എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്? ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ബി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് അറിയുന്നത് അവർക്ക് എഞ്ചിനീയറിംഗ് പറ്റിയ മേഖല അല്ലാന്ന്. അപ്പോൾ നവനീതിന് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിങ്ങിനോട് ഇഷ്ടം തോന്നിയത്, അല്ലെങ്കിൽ ശരിക്കും ഇഷ്ടം കൊണ്ട് തന്നെയാണ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തത്? അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മളിപ്പം പണ്ട് തൊട്ട് നമ്മളിപ്പോൾ വെബ്സൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഓക്കെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓക്കെ ഇതെങ്ങനെയാണ് ജമ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നമ്മളിപ്പം ഓക്കെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള പ്രോസസ്സ് ഇതെന്താ നടക്കുന്നത് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ശരിക്കും എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക എന്നുള്ള ഒരു ഇതിൽ വന്നത്. അപ്പം എടുത്തു കഴിഞ്ഞപ്പോൾ തീരുമാനമൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ കൊറോണ 2 വർഷം കൊറോണ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അവിടെ പോയി പഠിക്കാതെ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ പ്രശ്നങ്ങളിലായിരുന്നു. പക്ഷേ പ്രോഗ്രാമിങ്ങിലേക്ക് എത്തിയത് ആ രീതിയിലാണ്. ഈ പറഞ്ഞൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എല്ലാത്തിനോടും, എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ഇത് ചെയ്ത് നോക്കുക, മീൻസ് അക്കാഡമിക്സിൽ അല്ലാത്ത സിലബസിന് പുറത്തായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, ടൈമിൽ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പുറത്തോട്ട് അങ്ങനെ നോക്കില്ല. കാരണം ഈ 2 വർഷം കൊറോണ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നിലമ്പല്ലോ. അപ്പോൾ പിന്നെ എത്തിയപ്പോൾ മനസ്സിലായി ഇപ്പം നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവണം എന്ന് മനസ്സിലായി. ഇപ്പം ഒരു ഫൈനൽ ഇയർ ഒക്കെ എത്തുമ്പോൾ നമ്മൾ ഈ പ്രോജക്ട്സ് ചെറുതൊക്കെ ചെയ്യും, പക്ഷേ ഫൈനൽ ഇയർ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വലുതായിരിക്കുമല്ലോ. ആ സമയത്ത് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് നോർമലി അറിയാം, ബട്ട് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ പോയി. ഓക്കെ, ഇപ്പോൾ നവനീതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻട്രിയിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്, പൈത്തണിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൈത്തൺ ചൂസ് ചെയ്യാൻ എന്താണ് കാരണം? കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ആർക്കും ഒരു ഇംഗ്ലീഷ് ബേസിക് നോളജ് അത്യാവശ്യം അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും പൈത്തണോട്. അപ്പം അങ്ങനെയാണ് പൈത്തണൊക്കെ ചൂസ് ചെയ്തത്. ബാക്കിയുള്ളതിനെ കുറിച്ച് റിസർച്ച് ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ ജാവയൊക്കെ നോക്കുക, അതൊക്കെ കുറച്ച് കോംപ്ലക്സ് ആണ്. പിന്നെ പൈത്തണിൽ ഇപ്പം ചില കാര്യങ്ങൾ ഈസി ആയിട്ട് 1 ലൈനിൽ ഇപ്പം നമ്മൾ പ്രിൻറ്റ് ഹലോ വേൾഡ് എന്നൊക്കെ ഇതാക്കുന്ന പോലെ ജാവയിലൊക്കെ കുറച്ചും കൂടി നമ്മൾ എഴുതണം. അപ്പം കുറച്ചും കൂടി അതുമാത്രമല്ല, ഞാൻ പറഞ്ഞിട്ട് ആർക്കാണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് എനിക്ക് മാത്രമല്ല നമ്മളിപ്പം റിസർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നത് പൈത്തണാണ്. പിന്നെ പൈത്തണാണെങ്കിൽ ഇപ്പം ഡാറ്റ സയൻസ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് അങ്ങനെ കുറേ ഫീൽഡിലേക്ക് ഇപ്പം AI ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പൈത്തൺ ഈസി ആയൊരു സംഭവം ആയതുകൊണ്ടും ഈ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ടും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ശരിക്കും പൈത്തണിലേക്ക് വന്നത്. പക്ഷേ ഇതൊക്കെ അറിയായിരുന്നു ഒരു വിധം. പക്ഷേ ഇപ്പം എൻട്രി എലിവേറ്റിലേക്ക് വന്ന കാര്യം ചോദിച്ചല്ലോ. അപ്പം അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഫൈനൽ ഇയർ കോളേജ് പഠിക്കുമ്പോൾ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഡ്രൈവർ ഡ്രൗസൻസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡ്രൈവർ ഇപ്പം വണ്ടി ഓടിക്കുമ്പം അയാൾ ഉറങ്ങിപ്പോകുമ്പോൾ അയാൾക്കൊരു അലേർട്ട് കൊടുത്ത് ഇതാക്കുക. അപ്പോൾ ഓൾറെഡി ഉള്ളൊരു സാധനമായിരുന്നു അത്. അപ്പോൾ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഒന്നെങ്കിൽ പല ആൾക്കാരും കാശ് കൊടുത്ത് വാങ്ങുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോകും. പക്ഷെ നമ്മൾ അങ്ങനെ പോയില്ല. നമ്മൾ ഓൾറെഡി ഉള്ളൊരു സാധനത്തിനെ എങ്ങനെ വെബിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള ഒരു ചിന്തയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ ഫ്രെയിം വർക്ക്സ് ഉണ്ട് പൈത്തണിൽ. അപ്പോൾ ഏത് ചൂസ് ചെയ്യുന്നതായപ്പോൾ ജാങ്കോ കൊള്ളാം. അങ്ങനെ പലതും ട്രൈ ചെയ്ത് നോക്കി. ഇപ്പം ജാങ്കോ കുറച്ചും കൂടി ഒരു അതിൻ്റെ ഒരു URL ഇതും മോഡൽസും എങ്ങനെ ഇതൊക്കെ ഒന്ന് ഇതായി. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച് അപ്പം അങ്ങനെയാണ് ജാങ്കോയിലേക്ക് എത്തിയത്. ഇവിടെ പൈത്തൺ ജാങ്കോ ആണ് കോഴ്സ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് എടുത്തത്.
പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. അപ്പോൾ അതിനൊരു സപ്പോർട്ടും കൂടി ആവും. ലൈക്ക് എന്താണ് ജാങ്കോ എന്ന് ഇവിടുന്ന് പഠിക്കുകയും ചെയ്യാം, ആ പ്രൊജക്റ്റ് എനിക്ക് ആ സൈഡിലൂടെ കംപ്ലീറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. റൈറ്റ്. അതായിരുന്നു. ഇപ്പോൾ നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്. ആക്ച്വലി കുറേ സ്റ്റുഡൻസ് പുറത്തുനിന്ന് പ്രൊജക്ട്സ് ചെയ്യിപ്പിക്കാറുണ്ട്, കോപ്പി ചെയ്യാറുണ്ട്. ബട്ട് കുറച്ച് എഫേർട്സ് ഇട്ട് അവിടെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ലൈക്ക് അവരുടെ കരിയറിലേക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എൻട്രിയിലേക്ക് കോഴ്സ് കഴിഞ്ഞ ശേഷം എൻട്രിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എങ്ങനെയാണ് ഇവിടുത്തെ ഓവറോൾ എക്സ്പീരിയൻസ്? സെലക്ഷൻ പ്രോസസ്സ് ഓക്കെ. സെലക്ഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് ഒരു 3 റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്കുള്ളത്. അപ്പം അതിൽ ഒരു പ്രോജക്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിൽ കുറച്ച് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറച്ചും കൂടി വന്നത്. അപ്പം അത് കഴിഞ്ഞപ്പം അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചോദിച്ചു. ഓക്കെ. അപ്പോൾ ആദ്യം പ്രൊജക്റ്റ് ആയിരുന്നു? അല്ലല്ല, ആദ്യം ഞാൻ പറഞ്ഞ 3 ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു, ഒരു പ്രൊജക്റ്റും, അതായിരുന്നു ടോട്ടൽ. ഓക്കെ. പക്ഷെ അതിൽ ആദ്യം വരുന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ടെക്നിക്കൽ റൗണ്ട് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ടെക്നിക്കൽ റൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കോംപ്ലക്സ് അധികമല്ല, ബട്ട് ഒരു പ്രോഗ്രാമർ ഇവിടെ എന്താണോ വേണ്ടത് അതിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പം അത് പാസ്സായി. അപ്പം സെക്കൻഡ് ഇൻ്റർവ്യൂവിൻ്റെ മുന്നേ നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂളർ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് API. അപ്പോൾ ഇവിടുത്തെ ഇത് ചെയ്യുന്നത് ബാക്ക് എന്ന് പറയുമ്പോൾ API മസ്റ്റാണ്. അപ്പം APIൻ്റെ നോളേജ് എനിക്ക് അങ്ങനെ അറിയാം, ഒരു അത്യാവശ്യം നല്ലോണം അറിയാം. ബട്ട് ഈ പ്രൊജക്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എന്തൊക്കെ അറിയാൻ പാടില്ല. പിന്നെ അത് ചെയ്തതോടെ ഇമ്പ്രൂവ് ആയി കുറേ കാര്യങ്ങൾ. അപ്പോൾ പ്രൊജക്റ്റ് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂ ആ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു, ആ ചെയ്ത പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങൾ. സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂ അത് കഴിഞ്ഞപ്പോൾ പിന്നെ തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് VP ഹെഡ് ഓഫ് എഞ്ചിനീയറിംഗ് പുള്ളിയോടെ ആയിരുന്നു. പുള്ളി കോമൺ കാര്യങ്ങളും പിന്നെ കുറച്ച് ടെക്നിക്കൽ ഓവറല്ല, നോർമലി കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. അതായിരുന്നു തേർഡ് റൗണ്ട്. പക്ഷേ 3 ഇൻ്റർവ്യൂവും കൂളായിരുന്നു. ലൈക്ക് എവരിബഡി വാസ് ലൈക്ക് സാർ അതൊന്നുമില്ല, ഒരു ഭയങ്കര പേര് വിളിച്ചാൽ മതി, ഭയങ്കര കംഫർട്ട് ആക്കിയിട്ട് തന്നെയായിരുന്നു എല്ലാവരും. ഇവിടെ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും സെലക്ഷന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ഇവിടെ പഠിച്ച കാര്യങ്ങളാണ് ഹെൽപ്ഫുൾ ആയത്. കാരണം ബാക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ജാങ്കോണ് യൂസ് ചെയ്യുന്നത്. അപ്പം ജാങ്കോ ഞാൻ പറഞ്ഞിട്ട് കോളേജ് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഒരു ഐഡിയ ഉള്ളൂ. അതെങ്ങനെ മര്യാദയ്ക്ക് എന്നുള്ള രീതിയിൽ എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. അപ്പം ഇവിടെ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ഐഡിയ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ക്യൂരിയോസിറ്റി അവിടെയാണ്. ഞാൻ പറഞ്ഞിട്ട് വെബ്സൈറ്റിലൊക്കെ നമ്മളൊരു ബട്ടൺ ക്ലിക്കുമ്പോൾ എന്താണ് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ള ശരിക്കുള്ള ആ ഒരു ക്യൂരിയോസിറ്റി മൊത്തമായിട്ട് മാറിയെന്നല്ല, ലൈക്ക് ആ ഒരു ഇതൊക്കെയാണ് നടക്കുന്നത് മനസ്സിലായത് കോഴ്സ് ജോയിൻ ചെയ്തപ്പോൾ. അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്തപ്പോൾ ഈ പറഞ്ഞതിനോട്ട് ഇൻ്റർവ്യൂ പ്രോസസ്സിൽ ചോദിച്ച പല കാര്യങ്ങളും ഇപ്പം ORM ജാങ്കോൻ്റെ ORM അങ്ങനത്തെ REST API ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ആയാലും ഇവിടെ എന്താണ് പഠിപ്പിച്ചത് അതാണ് വന്നത്. പക്ഷേ ലൈക്ക് അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു വലുപ്പമുള്ള ഒരു ബ്രോഡർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ബട്ട് അത് ടാക്കിൾ ചെയ്യാൻ പറ്റി, ലൈക്ക് നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് സെലക്ഷനോട് ഉള്ള ഇതാണ്. സെലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്കിംഗ് തുടങ്ങിയിട്ട് 3 മാസമായോ? ഇല്ല, ഞാൻ 2 വീക്ക് ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ കറണ്ട് വർക്കിൽ നമ്മൾ പഠിച്ചതിനേക്കാളും വ്യത്യസ്തമായിട്ടാണോ, എന്തെങ്കിലും കൂടുതലായിട്ട് നമ്മൾ എഫേർട്ട് വേണ്ടി വരുന്നോ, അപ്ഡേറ്റഡ് ആവേണ്ടി വരുന്നോ എന്നുള്ളതൊക്കെ? ഉണ്ട്. ലൈക്ക് ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇട്ടൊരു എഫേർട്ട് ഉണ്ട്. ആ ഒരു എഫേർട്ടിനെക്കാട്ടും കൂടുതൽ ഞാനിപ്പോൾ ഇടേണ്ട ആവശ്യമുണ്ട്. ലൈക്ക് ഓവറോൾ എല്ലാം ഉണ്ട്, ബട്ട് അതിൻ്റെ ഒരു കുറച്ചുകൂടി ബെറ്റർ വെർഷനിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം കറണ്ടിലേക്ക് നമ്മൾ ഇവരെ കോഡ് ബേസ് എന്ന് പറയുന്ന ഒരു വലിയ കോഡ് ബേസാണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും അതിൽ കാണാം, പഠിക്കാത്തതും കാണാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ടാക്കിൾ ചെയ്ത് ഇപ്പം എന്താ പറയുക, നമ്മളിവിടെ കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സാണ് ഒബ്വിയസ്ലി. ഇപ്പം AI ഉണ്ട്. അപ്പം എൻട്രിയിൽ തന്നെ ഇപ്പം AI വെച്ച് നമ്മൾ പുതിയ പുതിയ ഫീച്ചേഴ്സൊക്കെ എനേബിൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പം എനിക്ക് AI പറ്റി വലിയൊരു ധാരണയില്ല, ബട്ട് അതൊക്കെ ഇനിയിപ്പം അതും പഠിക്കണം. ലൈക്ക് അതും ക്യൂരിയസ് ആണ്, ലൈക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ബാക്ക് എൻഡ് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത് ക്യൂരിയസ് ആണ്. അതിപ്പം വരും. റൈറ്റ്. നമ്മുടെ എൻട്രി കോഴ്സ് ഇപ്പോൾ പൈത്തൺ ജാങ്കോ ചെയ്തില്ലേ, അതിൽ സോഫ്റ്റ് സ്കിൽ സെഷൻസ് പറഞ്ഞിട്ട് കുറച്ച് സെഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം എൻട്രിയിൽ തന്നെ നമുക്കിപ്പം സോഫ്റ്റ് സ്കിൽ സെഷൻസിൽ നമുക്കിപ്പം കമ്മ്യൂണിക്കേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല ആൾക്കാരും ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആ ഒരു സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും, ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ ഈ ഒരു പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് എൻട്രിയിലേക്ക് വന്നപ്പം ഇതെന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ് സ്കിൽ സെഷനിൽ ടീച്ചേഴ്സ് നമ്മളെ മെൻറ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്ത്, ലൈക്ക് നിങ്ങൾ സംസാരിക്കണം. അവർ ഡെയിലി നമുക്കിതുണ്ടാവും, ലൈക്ക് സെഷൻസ്, എന്തെങ്കിലും ഒരു ടോപ്പിക് അതിന് വെച്ചിട്ട്
ഒരുപാട് ആൾക്കാർ, അതും നമുക്ക് ഒരു പരിചയം ഉണ്ടാവില്ല. കാരണം എൻട്രി പല ലാംഗ്വേജ് ഉണ്ടല്ലോ. Yeah. അപ്പം കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, കമ്മ്യൂണിക്കേഷൻ ഇതിൽ വരുന്നത്. അപ്പം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പം നമുക്ക് ആ പേടി മാറി കിട്ടും. ഓക്കെ, Right. അപ്പുറത്തെ ആൾ നമ്മൾ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടാവും, പക്ഷെ അത് ഒരു 3-4 വർഷം നമ്മളിത് സംസാരിച്ച് വരുമ്പോൾ നമുക്കും കോൺഫിഡൻസ് ആവും, ടാക്കിൾ ചെയ്ത് പോകാൻ ഈസിയാണ്. ഓക്കെ. ഈ കോഴ്സ് അല്ലാതെ വേറെന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ട്? ഞാൻ യൂട്യൂബിൽ നോർമലി നമുക്കിത് കാണാം, ഗൂഗിളിൻ്റെ അതുപോലത്തെ ഒക്കെ വാച്ച് ചെയ്യാറുണ്ട്. പിന്നെ ഇത് പറഞ്ഞോണ്ട് യൂട്യൂബിൽ ഇപ്പോൾ പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പം ഞാനീ പറഞ്ഞോണ്ട് പുതിയ കാര്യങ്ങൾ നമുക്കിപ്പം ജാങ്കോനെ ബേസ് ചെയ്തതാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, എൻട്രിയിൽ പഠിക്കുന്ന സമയത്ത് ഉള്ള ജാങ്കോൻ്റെ വെർഷൻ അല്ല, ചെറിയ വെർഷനല്ല, വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ കണ്ടപ്പോൾ ഓക്കെ, ഇങ്ങനെ ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നത്, അപ്പോൾ ഇതും നമ്മൾ പഠിക്കണം. അപ്പം അതൊക്കെ ഈ ഒരു പ്രോസസ്സിൽ എനിക്ക് മനസ്സിലായി, ലൈക്ക് ആ ഒരു ടൈം പീരീഡിൽ മനസ്സിലായി. അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു ചോദിച്ചില്ലേ, ഇപ്പം ഞാനിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ യൂട്യൂബ് പോലെ തന്നെ വേറെ പ്ലാറ്റ്ഫോംസ് ലൈക്ക് W3 സ്കൂൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് എൻ്റെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനും ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണെങ്കിലും അതെൻ്റെ പ്രോജക്റ്റിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ യൂസേഴ്സൊക്കെ നമ്മുടെ കോഴ്സിൽ തന്നെ 100 days of coding എന്നൊക്കെ പറഞ്ഞ് ഇതുണ്ട്. അതേപോലെ നമ്മുടെ കോഴ്സ് അല്ലാതെ പുറത്താണെങ്കിൽ ഹാക്കറത്തിൻ്റെ ഹാക്കത്തോൺസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു IT ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്നുള്ള ഒരു യൂസറിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ? റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ വേറൊരു കാര്യം കൂടെ അതിൽ പറയേണ്ടതുണ്ട്. ഇതിൽ ഞാൻ 100 days of code ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെയ്തപ്പം ആദ്യത്തെ ഒരു 10 ദിവസം ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള സംഭവമായിരുന്നു ചെയ്തുകൊണ്ടത്. ലൈക്ക് വേറെ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ വേറെ യുഡമി പോലത്തെ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഒക്കെ കണ്ടിട്ട് പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ്. അത് കുറച്ച് ഹെവി ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഹെവി ആയിരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ, ഇതിവിടെ നിർത്താം. കാരണം 100 days കൂടെ എനിക്ക് ബ്രേക്ക് ചെയ്യണമെന്നുള്ള അവസ്ഥയിലെത്തി പോയി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻട്രിയിലെ പ്രൊജക്റ്റ് വന്നപ്പോൾ എനിക്ക് രണ്ടും കൂടി മാനേജ് ഇത് പോകാൻ പറ്റുന്നില്ല മുന്നോട്ടേക്ക്. അപ്പം ഞാൻ ഇത് പ്രൊജക്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ ഇതിനിപ്പം ചെയ്യൽ നിർത്താം എന്നുള്ളൊരു ഇതിലെത്തി. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ എല്ലാവൻ്റെ സൈഡ് കമ്പനിയാണ്. അപ്പം ഞാൻ ഒരു വെണ്ടർ ഇങ്ങനെ വിളിച്ചിട്ട് എന്തോ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞിങ്ങനെ നിർത്തി 100 days of code ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. എന്നോട് ഞാൻ തന്നെ നിർത്തിയത്. ഞാൻ പറഞ്ഞിങ്ങനെ 10 ദിവസമായപ്പോൾ ഇനി അങ്ങോട്ട് പോകില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, അതായത് ഇതും ചെയ്യണം അതും ചെയ്യണം, രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകാനുള്ളൊരു പ്രശ്നമാണ്. അപ്പം വെണ്ടർ പറഞ്ഞു, നീ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, നീ 100 days of code നീ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായാലും ജസ്റ്റ് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇടും, ലൈക്ക് നീ ചെയ്യുന്നു പറഞ്ഞു. അപ്പം ചില സമയമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി കോൺഫിഡൻസ് തന്ന് ഇപ്പോൾ ചെയ്തു തുടങ്ങി. അപ്പം 100 days of code ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റിൽ വരുന്ന ഫീച്ചേഴ്സ് ആയാലും ചെറിയ ചെറിയ ഫീച്ചർ, ഭയങ്കര സംഭവം എന്നല്ല, ബട്ട് ഓർഡറിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ഓക്കെ, നമ്മൾ ഇത് ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത്, അതേപോലെ ഹാക്കർ റാങ്ക് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ കോഡിങ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ ലീഡ് കോഡിൽ അങ്ങനെ ഓരോന്ന് ചെയ്യുക. അതിൻ്റെ ഹോൾ ഇൻറ്റൻഷൻ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഹോൾ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ ഒന്ന് ഒബ്വിയസ്ലി ലൈക്ക് അവിടെ സ്കിൽസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതേപോലെ ലിങ്ക്ഡിനിൽ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഭയങ്കരമായിട്ട് എക്സ്പോഷർ കിട്ടും. അതായത് ഇപ്പോൾ റിക്രൂട്ടേഴ്സൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഫൈലിലേക്ക് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ പ്രോഗ്രാംസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊഫൈലിന് ഭയങ്കരമായിട്ട് എക്സ്പോഷർ കിട്ടും. ആ ഒരു കോൺസെപ്റ്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇതാണ് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവും എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ആൾക്കാരും വിചാരിക്കും എന്താണ് ബൂസ്റ്റ് ആവുന്നത്. അതിൽ ഇപ്പം നമ്മളൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിൽ ലൈക്ക് നമ്മുടെ പ്രൊഫൈൽ താഴെ, നമ്മളെ പ്രൊഫൈൽ എപ്പോഴും താഴെയാണ് ഉണ്ടാവുക. ലൈക്ക് അത് നമ്മൾ ഈ പോസ്റ്റ് ഇട്ട് നമ്മുടെ ഇംപ്രഷൻസ് കൂട്ടി കൊണ്ടുവരുമ്പോൾ അതേപോലെ നമ്മൾ വേറെയും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിങ്ങനെ ബൂസ്റ്റായി മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാൾ ജസ്റ്റ് നമ്മൾ ഒരു പൈത്തൺ ജാങ്കോ ഡെവലപ്പർ സെർച്ച് ചെയ്യുമ്പോൾ, ഒരു റിക്രൂട്ടർ സെർച്ച് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി മുകളിൽ വന്ന് കിടക്കും. അപ്പോൾ അവർക്ക് ഈസിലി അത് ആക്സസിബിളും കൂടിയാണ്. നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഡയറക്റ്റ്. എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ 1-2 ആൾക്കാർ ഇങ്ങോട്ടേക്ക്. ഇപ്പം ഇത് തന്നെ ലൈക്ക് സോഫ്റ്റ് സ്കിൽ സെഷനിൽ ഇതുണ്ടായിരുന്നു. നമുക്ക് ലിങ്ക്ഡിൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കോളേജ് പഠിക്കുന്നപ്പോൾ ലിങ്ക്ഡിൻ എന്ന് വെച്ചാൽ അതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മൾ വല്ല സർട്ടിഫിക്കേഷൻ കോഴ്സും ചെയ്യുന്നു, അവിടെ പോസ്റ്റ് ചെയ്യുന്നു, ഇത് മാത്രമായിരുന്നു, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നോർമലി നമ്മൾ ലിങ്ക്ഡിനിൽ എഡ്യൂക്കേഷൻ അതൊക്കെ മാത്രം സെറ്റപ്പ് ചെയ്ത് അങ്ങ് പോവുകയുള്ളൂ. അപ്പം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മാത്രമല്ല, അതിൽ ഇപ്പം ലിങ്ക്ഡിനിൽ കുറച്ചും കൂടി പറയുന്നതാണ്, അതിൽ ഒരു 3 ടൈപ്പ് ഉണ്ട്, ലൈക്ക് അഡ്വാൻസ്ഡ്, പ്രീമിയം ഉണ്ട്, അങ്ങനെ 3 സാധനമുണ്ട്. അപ്പം
അതിൽ ഏതൊക്കെ കോറ് അങ്ങനെ 3 സാധനം ഉണ്ട്. അപ്പം അതിൽ നമ്മളിപ്പം ഒന്നെടുത്ത് അതിൻ്റെ അകത്ത് കുറേ സംഭവം ഉണ്ടാവും. ഇപ്പം സ്കിൽസ് ചിലപ്പം എനിക്കൊന്ന് അഡ്വാൻസിലാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടാൽ നമുക്കൊരു കംപ്ലീറ്റ്ലി നമ്മളൊരു പോർട്ട്ഫോളിയോ പോലെ തന്നെയാണത്. ഒരു റിക്രൂട്ടർക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ ഓക്കെ നമ്മളെ കംപ്ലീറ്റ് ഒരു ഇയാൾ ഇതൊക്കെയാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അത് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ കറക്റ്റ്ലി മനസ്സിലായത്. അത് അങ്ങനെ തന്നെ ചെയ്ത് ഈ ശരിക്കും പറഞ്ഞാൽ എൻട്രിയിലേക്ക് വന്നത് ലിങ്ക്ഡിൻ കാരണമാണ്. ഞാൻ ഇങ്ങനെ ചുമ്മാ ഓക്കെ എൻട്രിയിൽ നമുക്കിപ്പം എൻട്രിയുടെ പേജിൽ പോയിട്ട് നമുക്കിപ്പോൾ ഓണാക്കിടാൻ പറ്റും. ലൈക്ക് ഇങ്ങനെ ഒരു ജോബ് പോസ്റ്റിംഗ് വന്നാൽ നോട്ടിഫിക്കേഷൻ വരണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഓണാക്കിട്ടതാണ് ശരിക്കും ബാക്ക് എൻഡ് ഡെവലപ്പർ. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഓക്കെ സംഭവം വന്ന് ചുമ്മാ കൊടുത്തിട്ട് അങ്ങനെയാണ് എൻട്രിന്ന് കോൾ വരുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞ വളരെ ഒരു വാലിഡ് പോയിൻ്റാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കാണുന്നിടത്തേക്ക് നമ്മുടെ പല സ്റ്റുഡൻസ് ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഏത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ദർ നോട്ട് അവെയർ അബൌട്ട് ലൈക്ക് ദ പവർ ഓഫ് ലിങ്ക്ഡിൻ ഓർ നെറ്റ്വർക്കിംഗ്. ലിങ്ക്ഡിൻ മാത്രമല്ല, ആ പ്ലാറ്റ്ഫോം മാത്രമല്ല, ദർ നോട്ട് അവെയർ അബൌട്ട് ദ പവർ ഓഫ് നെറ്റ്വർക്കിംഗ് എന്നുള്ളതാണ്. അവിടെ കണക്ഷൻസ് ഉണ്ടാക്കുക. അപ്പോൾ അത് എനിക്കൊന്ന് ന്യൂ ഏജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാദർ ദാൻ ലൈക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരു കമ്പനി വന്ന് ക്യാമ്പസ് സെലക്ഷനൊക്കെ കിട്ടണമെന്നില്ല, റൈറ്റ്? സോ ആ നെറ്റ്വർക്കിംഗ് അവർക്ക് അത്യാവശ്യം നന്നായി സ്ട്രോങ് ആണെങ്കിൽ, അത്യാവശ്യം നല്ല സ്കിൽസ് ആണെങ്കിൽ ജോബ് ഈസ് ഓൾറെഡി ഓൾവേസ് ദർ ഇൻ ദ ഇന്ത്യൻ IT ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ലൈക്ക് സ്കിൽ ഗ്യാപ്പാണ് ഇപ്പോൾ ഇത് കമ്പനീസ് ഫേസ് ചെയ്യുന്ന മെയിൻ ചാലഞ്ച് സ്കിൽ ഗ്യാപ്പാണ്. സോ ഇഫ് ദേ ക്ലോസ് ദീസ് 2 ബ്രിഡ്ജസ് ലൈക്ക് ഈ സ്കില്ലും അതേപോലെ ഈ നെറ്റ്വർക്കിംഗ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒബ്വിയസ്ലി ലൈക്ക് ജോബ് എന്നുള്ളത് ഇറ്റ്സ് എ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നോളൂ എന്തായാലും. അപ്പോൾ അതൊരു മേജർ ഗ്യാപ്പായിട്ട് കാണുന്നുണ്ട് ആക്ച്വലി. പിന്നെ അതേപോലെ സോഫ്റ്റ് സ്കിൽസിൻ്റെ പറഞ്ഞു, നമ്മൾ കോഡിങ് സ്കിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതല്ലാതെ ഇപ്പോൾ വേറെന്തെങ്കിലും ഗ്യാപ്പ് കാണുന്നത്, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു പ്രോസ്പെക്റ്റീവ് ലൈക്ക് IT ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് അവരെന്തെങ്കിലും ലാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി BE പാസ് ഔട്ട് ആയതാണ് നവനീത്. അപ്പം കോളേജ് സ്റ്റഡീസിൻ്റെ ആ ഒരു ടൈമിലാണെങ്കിലും മേ ബി ലൈക്ക് പല ക്ലബ്സിലൊക്കെ പോയിട്ട് അവർക്ക് ആക്റ്റീവ് ആവാം, ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഗ്യാപ്സ് ഓവറോൾ കാണുന്നുണ്ടോ? ലൈക്ക് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പം ചിലപ്പം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ വീട്ടുകാരൊരു പുഷ് ചെയ്ത് വിടുന്നതായിരിക്കും, ഒന്നെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ല ഡോക്ടർ, ചിലപ്പോൾ ഓരോരുത്തരെ ഇത് പറഞ്ഞതാണ്. പക്ഷേ ശരിക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരടക്കം ചില ആൾക്കാർ ഇതുപോലെ ഉണ്ടായിരുന്നു. അവർക്ക് വീട്ടുകാർ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ചില ആൾക്കാർ ഓക്കെ വെറുതെ എഞ്ചിനീയറിംഗ് എടുക്കാം എന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടർ സയൻസ് ആ രീതിയിൽ. പക്ഷേ എനിക്ക് തോന്നും നമുക്കുണ്ടാകുന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതിപ്പം എല്ലാ മേഖലയിലും ഇതെങ്ങനെയാണ് വർക്കാകുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റിയില്ല ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തത് കമ്പ്യൂട്ടർ സയൻസ്. അതുപോലെ ഓരോരുത്തർക്ക് ഉണ്ടാകുന്നൊരു ക്യൂരിയോസിറ്റി നമ്മൾ അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളൂ. ലൈക്ക് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്ന സമയത്ത് എനിക്ക് കോഡിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ലൈക്ക് ഞാൻ ബയോളജി, അതായത് +2 ബയോളജി സയൻസ് പഠിച്ചിട്ടാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുന്നത്. അപ്പം പണ്ടോട്ട് ഞാൻ ഉണ്ടായിരുന്നു, ബട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെങ്കിൽ കുറേ ദൂരം പോകണം കോളേജിലേക്ക്, അപ്പം അല്ല സ്കൂളിലേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ബയോളജി സയൻസ് എടുത്തിട്ട് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. അപ്പം അവിടെ എത്തിയപ്പോഴും എൻ്റെ ക്യൂരിയോസിറ്റിയാണ് എന്നെ കുറച്ചെങ്കിലും ഒന്ന് പ്രോഗ്രാമിങ്ങിലേക്ക് എത്തിച്ചത്. ഭയങ്കര ഇതൊന്നല്ല, ബട്ട് കുറച്ചെങ്കിലും ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ആ ഒരു ഇതിലാണ്. പിന്നെ അതുപോലെ അവർ ലാക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഇതാണ്. ലൈക്ക് അവർ ഇതിന് ഒരു ടൈം കണ്ടെത്തുന്നില്ല. ഇതൊന്ന് ഓക്കെ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ടൈം ഞാൻ ഉൾപ്പെടെ ഞാൻ പൊതുവെ പറഞ്ഞതാണ്, മിക്കവാറും ആൾക്കാർ ഇതിനുള്ള ടൈം കണ്ടെത്തില്ല. ഇത് ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹിറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇതിന് ടൈം കണ്ടെത്തുന്നത്. ഞാനും ഈ പറഞ്ഞതിനോട്ട് പ്രോഗ്രാമിംഗ് ഒന്ന് കുറച്ചും കൂടി നോക്കിയത് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ ഊപ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ സാധനം ആ രീതിയിൽ ആയിപ്പോയി. അപ്പം അന്നാണ് ഞാൻ ഓക്കെ കുറേ കാര്യങ്ങളെ പഠിക്കേണ്ടതുണ്ട്. അന്നാണ് കുറച്ച് റിയലൈസേഷൻ വന്നത്. നമ്മൾ ആരെങ്കിലും നമ്മളോട് ചോദിച്ചിട്ട് നമുക്കിത് അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവില്ലേ, ലൈക്ക് നമ്മൾ ഫുള്ളൊന്ന് ഫ്രീസായി പോകും. ലൈക്ക് ഇനി എന്തെന്നുള്ള ചിന്ത അന്നേരം വരും, ലൈക്ക് ജോലിയൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി എന്താണ് സാധനം എന്നുള്ളത് കുറച്ചും കൂടി ഡീപ്പായിട്ട്. ഇപ്പം നവനീത് ഇപ്പോൾ കരിയർ സ്റ്റാർട്ട് ചെയ്തു, റൈറ്റ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വെറിയിങ് ക്വസ്റ്റ്യൻ ഞാൻ നവനീതിനടുത്ത് ചോദിക്കാം, ലൈക്ക് AI റീപ്ലേസ് ചെയ്യുമോ പല ജോബ്സിൽ നിന്ന്? അങ്ങനെ പറയാൻ പറ്റില്ല. AI എങ്ങനെ റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഞാൻ പല പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നാൻ ചിലപ്പോൾ മണ്ണത്തരായിരിക്കാം ഇതല്ലോ. പക്ഷേ ഇപ്പം ഒരാളുടെ ജോബ് ഇപ്പം എൻ്റെ എടുത്ത് നോക്കുന്നതാണെങ്കിൽ ഇപ്പം ഡെവലപ്പറാണ്. അപ്പം
എഐനെ എങ്ങനെ ഉത്തരം നൽകണം ഒരു കാര്യത്തിന്, അതിലിപ്പം കുറേ കാര്യങ്ങൾ, ഐ മീൻ എനിക്ക് എഐനെ പറ്റി വലിയ ഇതില്ല, പക്ഷെ ഞാനിത് ഇവിടെ വർക്ക് ചെയ്യുന്ന എഐ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. അവരതിനെ കറക്റ്റ്ലി മാനേജ് ചെയ്ത്, ഇപ്പം എഐനോട് ചിലപ്പം നമ്മളിപ്പം എന്തെങ്കിലും ചോദിച്ച്, ഇപ്പം ചില ക്വസ്റ്റ്യൻസ് ലൈക്ക് ഒരു ബോംബ് എങ്ങനെ ഉണ്ടാക്കാം പറയും, അതിന് കറക്റ്റായിട്ട് നമ്മളൊരു കമാൻഡ് കൊടുത്താൽ പറയാൻ പറ്റും. ബട്ട് ChatGPT ഒക്കെ അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അതിനെ അവർ എങ്ങനെ ചോദിച്ചാലും ഇത് പറയാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത്. അപ്പം ഈ പറഞ്ഞ സാധനത്തിനെ നമുക്ക് നമ്മുടെ വർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാം. ലൈക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഇപ്പം നമ്മൾ ചില സമയത്ത് ഇപ്പം ചില ബഗ്സ് കാര്യങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോൾ കോഡ് അതിൻ്റെ അകത്ത് ഇട്ടൊക്കെ എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം കിട്ടും. അതുപോലെ നമുക്കിതിനെ ഹെൽപ്ഫുള്ളാക്കി നമുക്കൊരു പാർട്ട്ണറെ പോലെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാധനം. അല്ലാതെ ഇതിനെ കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റി മറിച്ച് നമ്മൾ ജോബേ ഇല്ലാണ്ടായി കളയുമോ എന്നുള്ള രീതിയിൽ എത്തൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിന് വേറെ ആസ്പെക്റ്റ് ഞാൻ കാണുന്നത് വെച്ചാൽ, ഇപ്പം ഈ പറഞ്ഞ എഐൻ്റെ കമ്പനി വർക്ക് ചെയ്യണമെങ്കിലും മണി വേണം, പൈസ വേണം. ആർക്കും ജോലി ഇല്ലെങ്കിൽ പിന്നെ ഈ എഐനെ കൊണ്ട് എന്താ കാര്യം? ഇപ്പോൾ എഐ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ലൈക്ക് കറണ്ട് ജോബ്സ് എന്നുള്ളത് റിവോൾവ് ആയിട്ട് ഒരു പുതിയൊരു ജോബിലേക്ക് മാറാനുള്ള പോസിബിലിറ്റീസ് ആണ് കൂടുതലുള്ളത്, റാദർ ദാൻ ലൈക്ക് ദ ജോബ് ജസ്റ്റ് ഗെറ്റിംഗ് ബാനിഷ്ഡ് എന്നുള്ളത്. എൻ്റെ ഒരു സ്ട്രോങ് തിയറി എന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിലൊരു എനിക്ക് തോന്നുന്നു എമംഗ് ദ യൂത്ത് 45% ഒക്കെയാണ് ഡാറ്റ പ്രകാരം ഉള്ളത്. ഐ തിങ്ക് ദാറ്റ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ് വെൻ ലൈക്ക് ഒരു സഹായത്തോടു കൂടി നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇഫ് യു സീ ലൈക്ക് ദ 90s with the invent of internet and systems ഒക്കെ വൈഡ് ആകുമ്പോൾ മെനി പീപ്പിൾ തോട്ട് ദാറ്റ് ലൈക്ക് ഇത് പല ജോബ്സും ഇല്ലാതാക്കുന്നു, ബട്ട് പുതിയ ജോബ്സ് ഓപ്പൺ ആയി ക്രിയേറ്റഡ് ലോട്ട് ഓഫ് ജോബ്സ്, ലോട്ട് ഓഫ് എംപ്ലോയ്മെന്റ്, റൈറ്റ്? സോ ഐ തിങ്ക് വി ആർ ടേക്കിംഗ് ദ സെയിം പാത്ത് വിത്ത് എ ഓൾസോ. സോ വറി ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എനിക്കും തോന്നുന്നത്. അതാണ് നവനീത് അപ്പോൾ ഔട്ട് ഓഫ് ഹിസ് ക്യൂരിയോസിറ്റി ജോയിൻഡ്, ഹി ചൂസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ദെൻ ആൾ സ്വന്തമായിട്ട് ഒരു കോഴ്സ് ചെയ്തു. അതിനുശേഷം എൻട്രിയിൽ തന്നെ ബാക്ക് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്പറായിട്ട് ജോയിൻ ചെയ്തു. ഐ ഹോപ്പ് ലൈക്ക് യു ഗെറ്റ് സം ഇൻസൈറ്റ്സ് ഫ്രം ദിസ് പോഡ്കാസ്റ്റ്. താങ്ക് യു.